ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പേപ്പർ വെച്ചിട്ട് പേപ്പർ പാവയും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. വീട്ടിലെ എൻ്റെ പഴയ ബുക്സൊക്കെ ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഈ ഒരു കുക്കീസിൻ്റെ ബോട്ടിൽ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു അതിൻ്റെ അകത്ത് ഞാൻ പണ്ടുണ്ടാക്കിയ പേപ്പർ പാവയും അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്ന് കേട്ടോ. ഞാനിതൊരു 4th-ലോ 5th-ലോ പഠിക്കുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ ഞാനിങ്ങനെ ആ ബുക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ വീട്ടിലിങ്ങനെ ഓരോ ക്ലീനിങ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ പോയിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. ഇതിപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടോ. ഇത് ഈ ഒരു ബോക്സിൽ മാത്രം ഒതുങ്ങുന്നതല്ലായിരുന്നു, അത്രയ്ക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ പഴയ ബുക്കുകളിലായിട്ട് ഒരുപാട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അമ്മയ്ക്ക് അങ്ങും ഇങ്ങുന്നൊക്കെ കിട്ടിയതാ ഇത്ര മാത്രമായി കേട്ടോ. ഇനി ഇത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ പെയേഴ്സ് കണ്ടുപിടിക്കണം കേട്ടോ. അമ്മയ്ക്ക് ഇത് അങ്ങും ഇങ്ങൊന്നും കിട്ടിയതായതുകൊണ്ട് തന്നെ കറക്റ്റ് പെയേഴ്സൊന്നും കാണത്തില്ല. ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് കേട്ടോ ഞാൻ. പാവയുടെ സാരിയും പിന്നെ ബ്ലൗസും പിന്നെ അതിൻ്റെ ചുരിദാർ, പെയിൻറ്റ്, കുഞ്ഞു പിള്ളേർക്കുള്ള ഫ്രോക്ക്, അങ്ങനെ വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു കേട്ടോ. എനിക്ക് ഇതിനൊക്കെ എവിടെ നിന്നായിരുന്നു സമയമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഇപ്പോഴാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സമയം കിട്ടാറില്ല. എന്നാൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കണം, ഹോംവർക്ക് എഴുതണം, പിന്നെ അതുപോലെ തന്നെ ഇത്ര ഐഡിയാസ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയോ പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ ദൂരദർശൻ മാത്രമായിരുന്നു കേട്ടോ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ അധികം നമുക്ക് വീഡിയോസും അതുപോലെ തന്നെ ഈ ഡ്രസ്സിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും കാണത്തില്ല. നമ്മൾ ഷോപ്പിങ്ങിന് തന്നെ പോകുന്നത് വല്ലപ്പോഴും ആയിരിക്കും, എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അങ്ങനെ ഇങ്ങനെയായിരിക്കും കേട്ടോ പോകുന്നത്. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെ പാട്ടിയാല പാൻറ്റ്, പിന്നെ ഷോർട്സ്, അങ്ങനെ ഒത്തിരി ഡ്രസ്സുകളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൽ അത്ഭുതമായിട്ട് തോന്നിയത് ആ ഒരു കഴുത്ത് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമുക്ക് ഒത്തിരി വെറൈറ്റി മോഡൽസ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നു കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ഈ ഒരു ടൈപ്പ് പാൻറ്റ് ആ സമയത്ത് മോഡലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാര്യം എൻ്റെ ചേച്ചിക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഇതൊക്കെ കുഞ്ഞു പാവകളാണ് കേട്ടോ, പേപ്പർ പാവയുടെ കുട്ടിയാണ്. അങ്ങനെ ഒരു ഫാമിലി തന്നെ ഞാൻ ഫുള്ള് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കി സെറ്റ് ചെയ്തിട്ട് എല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ. ഇത്രയും ഡ്രസ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് എൻ്റെ വീട്ടുകാരെ കയ്യിൽ നിന്ന് ഒത്തിരി ചിലവായിട്ടുണ്ടായിരിക്കും കേട്ടോ. പേപ്പറായാലും സ്കെച്ചാണ് കേട്ടോ കൂടുതലായിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അന്നേ എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കരമായ ഇഷ്ടം ഉണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. കാര്യം അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു ഡിസൈനൊന്നും അത്ര പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ കട്ട് ചെയ്തേക്കുന്നതും നെക്ക് കട്ട് ചെയ്തേക്കുന്നതും എല്ലാം കൂടെ. ഇതൊക്കെ നൈറ്റികളാണെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം ആ ഒരു മോഡലിനാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നെക്കൊക്കെ കട്ട് ചെയ്തേക്കുന്ന വി ഷേപ്പിലാണ്. ഇതുമൊക്കെ നൈറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ചുരിദാറുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. പലതിൻ്റെയും പെയറൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ ടോപ്പ് കാണും, അല്ലെങ്കിൽ അതിൻ്റെ പാൻസ് കാണത്തില്ല, അങ്ങനെയാണ്. ഞാനൊക്കെ ആ ഒരു ചെറുതായിരുന്ന ടൈമിലുള്ള കുറച്ച് മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്തേക്കുന്നത്.
ഷോർട്സുകൾ ആ ഒരു ടൈമിൽ എൻ്റെ ചേച്ചിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ ടോപ്പ് ഇറക്കം കുറഞ്ഞതും അതുപോലെ തന്നെ പാൻസ് കുറച്ച് നല്ല വീതിക്കുള്ളത്. ഇത് പട്ടുപാവാടയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇത് പിന്നെ നോർമൽ ചുരിദാർ, ഇത് വന്നേക്കുന്ന ഷോളാണ്. അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. ഓരോ ഡ്രസ്സിൻ്റെയും നെക്ക് കട്ടിങ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തേക്കുന്നത്. ഇത് പിന്നെ കുറച്ച് വീതിയുള്ള നെക്കാണ്, നല്ല ഷേപ്പിനൊക്കെ ഉള്ള ബോഡി ഷേപ്പായിട്ടുള്ള ഡ്രസ്സാണ്. ഇതൊരു നമ്മുടെ ആ സമയത്തുള്ള ചോളി ലാച്ച അതൊക്കെ ഇല്ലേ, ഓവർകോട്ടൊക്കെ വരുന്ന അങ്ങനത്തെ കുറച്ച് മോഡലൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബലൂൺ ടൈപ്പ് പാൻറ്റ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അതിപ്പോഴും ഉണ്ട്, എന്നാൽ ആ ഒരു സമയത്ത് നമ്മളെ പാട്ടിയാലെന്നാണെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത്. അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇത് സെറ്റിൻ്റെ ചുരിദാർ, നോർമലായിട്ടുള്ള ചുരിദാറുകൾ, പിന്നെ ലാച്ച ചോളി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് മിഡി ടൈപ്പ് ഡ്രസ്സുകൾ, അതൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഈ ടോപ്പും പാൻറ്റും ഒക്കെ ഒരേ സെയിം ഡിസൈനിൽ വരുന്നത് ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോട്ട് സെറ്റ് പോലത്തെ മോഡലാണ് ഇത്. സ്വീക്കൻസ് ഒക്കെ വെച്ചിട്ടുള്ള ചുരിദാറുകളില്ലേ, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കോട്ട് സെറ്റ് പോലത്തെ ആ ഒരു സെയിം ടോപ്പും പാൻറ്റും സെയിം ആയിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. പക്ഷെ അത് അന്ന് കോട്ട് സെറ്റൊന്നും ഇല്ലായിരുന്നു. അന്ന് നമ്മുടെ വലിയ പാൻറ്റുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഉള്ളത്. ഡ്രസ്സിലൊക്കെ ഞാൻ യെല്ലോ കളർ കൊടുത്തേക്കുന്നത് നമ്മുടെ കസവിൻ്റെ ചുരിദാറില്ലേ, ആ ഒരു ടൈമിലൊക്കെ അങ്ങനത്തെ ചുരിദാറുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ യെല്ലോ എല്ലാം ഞാൻ കസവിൻ്റെ ചുരിദാറാണ് കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. ഇത് നമ്മുടെ കല്യാൺ ലിറ്ററില്ലേ, അതാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ഷോളും പാൻറ്റും ഒക്കെ. ഇനി നമ്മുടെ സാരിയുടെ സെക്ഷനാണ് കേട്ടോ. സാരി ഞാനിങ്ങനെ നമ്മുടെ ടെക്സ്റ്റൈൽസിലൊക്കെ ഡമ്മിക്ക് സാരി ഉടുത്ത് വെച്ചേക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നതെല്ലാം. ഓരോ പാവയുടെ ഷേപ്പ് അനുസരിച്ചാണ് കേട്ടോ ഞാൻ സാരി ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷേ ആ പാവകളൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. കോട്ടൺ സാരി, പട്ട് സാരി, സെറ്റ് സാരി, അങ്ങനെ ഒത്തിരി സെറ്റും ഉണ്ട്. ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഈ സാരികളുടെയൊക്കെ ബ്ലൗസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, സാരി മാത്രമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 1-2 സാരികളുടെ ബ്ലൗസ് അതിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും മിസ്സായി പോയിട്ടില്ല കേട്ടോ. ഇത് സ്വീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള സാരിയാണേ. ഒരുപാട് സാരി ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമ്മൾ ഈ സ്കെച്ചൊക്കെ അല്ലേ ചെയ്യുന്നത്, വെള്ളമൊക്കെ വീണിട്ട് കളറൊക്കെ സ്പ്രെഡായി നല്ലവണ്ണം നാശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അല്ലാത്ത കളറൊന്നും ഫെയ്ഡാവാത്ത സാരികളാണ് കേട്ടോ ഞാൻ ഈ നിരത്തി വെച്ചേക്കുന്നത് അത്രയും. സാരികളില്ലേ, ഈ ബ്ലൂവും ഗ്രീനും ബ്രൗണും പിന്നെ സ്കൈ ബ്ലൂ, ഈ ഒരു ഡോട്ട് വരുന്ന നമ്മുടെ ചോക്ലേറ്റ് മൂവിയിൽ, ആ ഒരു മൂവിയിലാണെന്ന് തോന്നുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയതായിരിക്കാം ആ ഒരു മോഡൽ. കാര്യം അതിൻ്റെ ഒരു 3-4 എണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഈ സാരിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ ഈ പാവയിലോട്ട് ഇത് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കാര്യം നമുക്ക് ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ ഓരോ പാവയ്ക്കും അതിൻ്റെ ബോഡിയുടെ ഷേപ്പ് അനുസരിച്ചാണ് കേട്ടോ ഇത് റോൾ ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ള പാവയൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരുവിധം ഫിക്സ് ചെയ്യുന്ന ഒരു പാവയ്ക്കാണ് കേട്ടോ സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. സാരി ഇങ്ങനെ ഉടുപ്പിച്ച് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആ പാവയ്ക്ക് ഒരുപാട് ഗോൾഡൊക്കെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നല്ല റെഡ് കളർ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. റെഡ് ചെമ്പരന്തി പൂവാണെന്ന് തോന്നുന്നത്. റോസാപ്പൂ ആയിരിക്കും കേട്ടോ. എല്ലാത്തിലും റെഡും ഗോൾഡിൻ്റെ ആ ഒരു യെല്ലോ കളറും ഒക്കെ ചേർത്താണ് കേട്ടോ അവരുടെ ആ ഒരു പാവയുടെ ബോഡിയിലാണ് കേട്ടോ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. റിയൽ ആയിട്ടുള്ള ബ്ലൗസ് ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. അപ്പോൾ പാവകൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് സാരി ഉടുപ്പിച്ച് വെച്ചിട്ടുണ്ടേ. ഇത് ഇവരുടെ സൈസല്ല, അതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് ഫിക്സ് ആവാത്തത്. അന്ന് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ ഓരോ പാവയുടെയും സൈസ് അനുസരിച്ചായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പാവ ഏതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒത്തിരി ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ പാവകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉടുപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇനി പാവയ്ക്ക് സാരിയൊക്കെ മാറ്റി ചുരിദാറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കഴുത്തിക്കൂടെയാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പാവയുടെ കൈ കണ്ടാൽ നമ്മുടെ പാടത്തൊക്കെ വെച്ചേക്കുന്ന കോലം ഇല്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ പണ്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനത്തെ പാവകൾ വെച്ച് കളിക്കാനായിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ഇതായിരുന്നു കേട്ടോ ഡ്രസ്സ് ഇട്ട് കൊടുക്കാനും എനിക്ക് ഈസി, കൈ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടാൽ നമ്മൾ പാടത്തൊക്കെ വെക്കുന്ന കോലം പോലെ തോന്നുമെങ്കിലും ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. താഴ്ത്തി കൈവച്ചിട്ടുള്ള പാവകൾ അതിന് കട്ടി കാണത്തില്ല കേട്ടോ. ഇത് ഞാനൊരു പേപ്പർ ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നോർമലായിട്ടൊരു ബോഡി ഇരിക്കുന്ന പോലത്തെ കൈ വെക്കുമ്പോൾ എനിക്കത് ഡ്രസ്സൊന്നും അത്ര പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതാവുമ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. ഇനിയും ഒരുപാട് സാരി ഉണ്ട് കേട്ടോ കാണിക്കാത്തത്. ഇത് നമ്മുടെ പ്രസൻറ്റേഷൻ പേപ്പർ വെച്ചുണ്ടാക്കിയ സാരിയാണേ. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സാരി, ഇത് സെറ്റ് സാരിയാണ് കേട്ടോ, സെറ്റിൻ്റെ മോഡൽ സാരിയാണ്. അങ്ങനെ ഒത്തിരി സാരികളുണ്ടായിരുന്നേ. ഇത് നമ്മുടെ കല്യാണ ലിറ്റർ ഇല്ലേ, കല്യാണ ലിറ്ററിൻ്റെ വേറൊരു ചുരിദാറാണ് കേട്ടോ. ഇത് ഷോളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒരു ചുരിദാർ, അതിൻ്റെ പാൻറ്, ഷോള് എല്ലാം ആ ഒരു കല്യാണ ലിറ്ററിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ചുരിദാറിൻ്റെ ടോപ്പുകളാണ്. ഇതിൻ്റെ പാൻസ് ഒന്നും കണ്ടില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആ ഒരു കട്ടിങ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ബാക്കിൽ ഞാനങ്ങനെ കളർ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇത് കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്കാണ്. ഇതിൻ്റെയൊക്കെ ആ ഒരു നെക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കട്ട് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു.
ഇനി നമുക്ക് കുഞ്ഞു കുട്ടിയുടെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമേ. ഓൾറെഡി ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഞാൻ ഫ്രോക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ പാവ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അച്ഛൻ, അമ്മ, കുട്ടികൾ, അതിൽ തന്നെ ഒത്തിരി ഫാമിലീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞു കുട്ടികളാണേ, ഇത് ബോയ്സാണ് കേട്ടോ, കുഞ്ഞു ബോയ്സാണ്. ഇവർക്കൊന്നും ഞാൻ ഡ്രസ്സ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. കാര്യം ഇതിങ്ങനെ ഓൾറെഡി വരയ്ക്കുമ്പോൾ തന്നെ അവരുടെ ഷർട്ടും ബട്ടൺസും ബെൽറ്റും ഒക്കെ ഓൾറെഡി അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗേൾസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ബോയ്സിന് അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരെല്ലാവരെയും ഞാൻ ഓരോ ഫാമിലി ആക്കി വെച്ചേക്കാണ് കേട്ടോ. അച്ഛൻ, അമ്മ, കുട്ടി, അങ്ങനെ ഒത്തിരി പാവാൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡ്രസ്സും ഞാൻ ഈ കാണിച്ചതല്ല, ഇതിൽ കൂടുതൽ ഇനിയുണ്ട് കേട്ടോ. കുറേയൊന്നും പെയറൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ കളർ ഫെയ്ഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള മെമ്മറീസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.